അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എപ്പോഴും എല്ലാ വിഷയത്തിലും അത്ഭുതം നടക്കുമെന്ന് ധരിച്ച് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നുള്ളതിനാൽ അത്ഭുതങ്ങളില്ല എന്ന് ധരിക്കാനും പാടില്ല. അതെ, ഒരു മഹാത്ഭുതത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. വേദപുസ്തകം അത്ഭുതങ്ങളുടെ ഗ്രന്ഥമാണ്. യേശുക്രിസ്തു അനേക അസാധാരണമായ അത്ഭുതങ്ങൾ ചെയ്തത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അത് അന്ന് നടന്നു, ഇന്ന് നടക്കയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അന്ന് നടന്നു എന്ന് പറയുന്നത് വ്യാജമാണെന്ന് പറയുന്നവരുണ്ട്. ആ ആളുകൾക്ക് അവരവരുടെ ഇഷ്ടം പോലെ പറയാം. പക്ഷേ ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ഇന്നും അത്ഭുതം നടക്കുമെന്ന് ഞാൻ അറിയുന്നു, അനുഭവിക്കുന്നു. നമുക്കത് ഈ ദിവസങ്ങളിൽ ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വചനം ടെലിവിഷനിലൂടെ കേൾക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് നന്ദി. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. വചനത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രകാശം അയക്കണമേ. പ്രിയ കർത്താവേ, ഇന്ന് രാത്രി, ഇന്ന് ഈ ദിവസത്തിൽ, ഈ വചനം കേൾക്കുന്ന സമയത്ത് എവിടെയെല്ലാം ഇരുന്ന് ഏതെല്ലാം സ്ഥലങ്ങളിൽ ആരൊക്കെ കേട്ടാലും അവരെല്ലാം ദൈവത്തിൻ്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. രോഗം, മാനസിക പ്രശ്നങ്ങൾ, നിരാശകൾ, ഭയം, നിരാശ, കടഭാരം, കുടുംബ പ്രശ്നങ്ങൾ, ഇങ്ങനെ അനവധി വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ജനത്തിനു വേണ്ടി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികൾ കർത്താവിൻ്റെ വചനത്താൽ സ്വതന്ത്രരാകുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നും നീ അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രകൃതി വിരുദ്ധമായി ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ ദിനങ്ങളിൽ ഈ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. തുടർച്ചയായി ഞങ്ങളുടെ ഈ സന്ദേശത്തിൽ സഹകരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സംഭാവനകൾ നൽകുന്ന, ടെലിഫോൺ വിളിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അഭിനന്ദിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ വന്ദനങ്ങൾ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ശുശ്രൂഷയുടെ വിജയം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അനേക സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലും മറ്റനേക സ്ഥലങ്ങളിലും നിന്ന് ആളുകൾ ഞങ്ങളെ ടെലിഫോൺ വിളിച്ച് ഈ സന്ദേശത്തെക്കുറിച്ച് അഭിനന്ദനങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളുമൊക്കെ അറിയിക്കാറുണ്ട്. വളരെ നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ദൈവം ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. യേശു ക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ബൈബിളിലെ ഒരു പ്രത്യേക വേദഭാഗം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, പേജ് നമ്പർ 97. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം. അനന്തരം യേശു തിബെരിയാസ് എന്ന ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടി അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്നുത്തരം പറഞ്ഞു. ശിഷ്യന്മാരിലൊരുത്തനായ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. ആളുകളെ ഇരുത്തുവിനെന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരിരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷവും ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. 5 അപ്പത്തിൽ നിന്നും ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചെടുത്തു.
12 കൊട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളങ്ങളെ ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. ലോകപ്രസിദ്ധമായ ഒരു സംഭവമാണിത്. ഇതിനെ പൊതുലോകം വിളിക്കുന്നത് 5 അപ്പത്തിലെ അത്ഭുതമെന്നാണ്. ഇതിനെ ക്രിസ്തീയ ലോകം വിളിക്കുന്നത് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവമെന്നാണ്. ഇത് പേരങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇവിടെ വസ്തുത അങ്ങനെയല്ല. 5 അപ്പം ഒരു ബാലകൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് യേശുവിൻ്റെ കയ്യിൽ കൊടുത്തു. യേശു അതിനെ അനുഗ്രഹിച്ച് അവിടെ കൂടി വന്ന മുഴുവൻ പുരുഷാരത്തിനും കൊടുത്തു. എത്ര ജനമുണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല. ഒരു കണക്ക് പിടിയുള്ളത് 5000 പുരുഷന്മാരിരുന്നു എന്നാണ്. അതിൻ്റെ കണക്കേ കിട്ടിയിട്ടുള്ളൂ. ആ കണക്ക് വെച്ച് കണക്ക് കൂട്ടിയെടുത്താൽ ഒരു 20,000 ആളെങ്കിലും അവിടെ കാണാം. അപ്പം അതിനോട് ബന്ധപ്പെട്ട് പല പല സംശയങ്ങളും സങ്കല്പങ്ങളും ഊഹങ്ങളും ഒക്കെ മനുഷ്യരുടെ ഇടയിലുണ്ട്. വേദപുസ്തകത്തിൽ ഒരത്ഭുതം പോലും ഇല്ല എന്നും എല്ലാം നോർമൽ സാധാരണ സംഭവങ്ങളാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അവരിതിനെ വളച്ചൊടിച്ച് പറയാറുണ്ട്. അതൊന്നുമല്ല നമുക്ക് ചിന്തിക്കാനുള്ളത്. കർത്താവ് ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. കാനായിലെ കല്യാണ വീട്ടിലെ സംഭവം നമ്മളിതിനു മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി കാനായിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പോൾ അടയാളങ്ങളുടെ ആരംഭമായിരുന്നു കല്യാണ വീട്ടിലെ അത്ഭുതം. അന്നു മുതൽ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും അടയാളങ്ങളുടെ അവസാനം എന്നൊന്നുണ്ടോ എന്ന് ഞാൻ നോക്കി. യേശു ഇതിനെ അത്ഭുതങ്ങളുടെ ആരംഭമായി ചെയ്തു എന്ന് കല്യാണ വീട്ടിൽ എഴുതിയെങ്കിൽ യേശു ഇതിനെ അത്ഭുതങ്ങളുടെ അവസാനമായി ചെയ്തു എന്ന് മറ്റൊരു സ്ഥലത്ത് ഞാൻ കണ്ടില്ല. അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അത്ഭുതങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവസാനത്തെ അത്ഭുതം എഴുതാത്തത്. അത്ഭുതങ്ങൾ ആരംഭിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിനകത്തൊരു പ്രതീക്ഷയുണ്ട്. അത്ഭുതങ്ങൾ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല. എന്തുകൊണ്ട്? അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചു പോയിട്ടില്ല. അത്ഭുതങ്ങളുടെ ദൈവമുണ്ടെങ്കിൽ അത്ഭുതങ്ങളുണ്ട്. എവിടെയുണ്ട്? ആവശ്യമുള്ളിടത്തുണ്ട്. എപ്പോഴുണ്ട്? ഇപ്പോഴുണ്ട്. എവിടെയുണ്ട്? ഇവിടെയുണ്ട്. നിങ്ങൾ എവിടെ ഇരുന്ന് വചനം കേട്ടാലും വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ല. കാരണം അത്ഭുതങ്ങളുടെ ദൈവമുള്ളിടത്തോളം കാലം അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്നറിയാമോ? ദൈവം എല്ലാം അത്ഭുതം ചെയ്തോളും. അതുകൊണ്ട് ജോലി ചെയ്യണ്ട, കുടുംബം നോക്കണ്ട, ബിസിനസ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം അലസ സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഭാഗം പഠിക്കുന്നുണ്ട്. തെറ്റാണ്. മനുഷ്യന് ചെയ്യാവുന്ന ഒരു വിഷയത്തിലും ദൈവം ഇടപെടാറില്ല. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. മനുഷ്യന് ചെയ്യാവുന്ന ഒരു വിഷയത്തിലും ദൈവം ഇടപെടത്തില്ല. എന്നാൽ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ, ചെയ്യാൻ പറ്റാത്ത എന്ന് സാധാരണ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കാലത്തും ഒരു മനുഷ്യനും ഒരു വിധത്തിലും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തിൽ നിന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കാം. അതല്ലാതെ ഞാൻ വണ്ടിക്കകത്ത് പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൻ്റെ വതുക്കെ ചെല്ലുമ്പോൾ ഞാൻ പറയുകയാണ്, ഇല്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് ഞാൻ പോയാൽ എൻ്റെ വണ്ടി വഴി കിടക്കും. അതിന് ദൈവത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ മനുഷ്യൻ കർത്തവ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു വാക്കല്ല ദൈവിക അത്ഭുതങ്ങൾ. നിന്റെ എല്ലാ പരിശ്രമങ്ങളും, നിന്റെ എല്ലാ പ്രതീക്ഷകളും, നിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും, നിന്റെ എല്ലാ സഹായ ഹസ്തങ്ങളും കുഴഞ്ഞു എന്നുറപ്പാകുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞു എന്നുറപ്പാകുമ്പോൾ, എല്ലാ സ്ഥലത്തു നിന്നും നിന്നെ ഉപേക്ഷിച്ചു എന്നുറപ്പാകുമ്പോൾ ഒരത്ഭുതം പ്രതീക്ഷിച്ചുകൊള്ളുക. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. പക്ഷേ ദൈവവും മനുഷ്യനും കൂടി അത്ഭുതം ചെയ്യത്തില്ല.
മനുഷ്യൻ അവന് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തിട്ട് അവൻ ആയുധം താഴെ വെച്ച് പരാജയപ്പെട്ടു എന്ന് സമ്മതിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവത്തിനൊരു അത്ഭുതം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. ദൈവത്തെക്കുറിച്ച് നാം അറിയാത്തത് കൊണ്ടാണ് അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകാത്തത്. ദൈവം ആരാണ്? സർവശക്തൻ. എന്താണ് സർവശക്തൻ? തനിക്ക് സകലവും കഴിയുന്നവനും തനിക്ക് കഴിയാത്തതായി ഒന്നും അവശേഷിക്കാത്തവനുമാണ് സർവശക്തൻ. ദൈവം സർവ്വവ്യാപിയാണ്. ആരാണ് സർവ്വവ്യാപി? എല്ലായിടത്തും ഒരേ സമയത്ത് ഉണ്ടായിരിക്കുന്നവനും ഒരു സ്ഥലത്ത് പോലും ഒരു സമയത്ത് പോലും ഇല്ലാതിരിപ്പാൻ കഴിയാത്തവനുമായ വ്യക്തിയാണ് സർവ്വവ്യാപി. സർവജ്ഞാനിയാണ് ദൈവം. എന്താണ് സർവജ്ഞാനി? എല്ലാ വിഷയത്തെക്കുറിച്ചും ആധികാരികമായ അറിവുള്ളവനും യാതൊരു വിഷയത്തെക്കുറിച്ചും ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് പോലും അറിവില്ലായ്മ ഇല്ലാത്തവനുമാണ് സർവജ്ഞാനിയായ ദൈവം. അപ്പം ഈ ദൈവത്തിന് ഒരു അത്ഭുതം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ അവൻ്റെ ഡിക്ഷണറിയിലില്ല. ഞാൻ വിശദീകരിക്കാം. ഈ സംഭവം ഉണ്ടല്ലോ, 5 അപ്പം വലുതാക്കി കൊടുത്ത സംഭവത്തിന് അത്ഭുതം എന്നല്ല ഇവിടെ പേരിട്ടിരിക്കുന്നത്, അടയാളമെന്നാണ്. ഖനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അത്ഭുതമെന്നല്ല, അടയാളമെന്നാണ്. എന്താണ് അത്ഭുതവും അടയാളമായിട്ടുള്ള വ്യത്യാസം? ഞാൻ എൻ്റെ സ്നേഹിതനോട് പറയുകയാണ്, ഇന്ന സ്ഥലത്തോട് ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ അവരുടെ അടയാളം വെച്ചിട്ട് പോകും എന്ന് പറഞ്ഞാൽ അത് തിരിച്ചറിയാൻ വേണ്ടി വെക്കുന്നതാണ്. എന്നാൽ അത്ഭുതം അതല്ല. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? കാനായിലെ കല്യാണത്തിൽ പച്ചവെള്ളം വീഞ്ഞായി മാറിയത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ അത്ഭുതവും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അടയാളവുമാണ്. എന്താണ് ഈ പറയുന്നത്? വിശദീകരിക്കാം. അത്ഭുതം എന്ന് പറയുന്നത് മനസ്സിൻ്റെ തോന്നലാണ്, അസാധാരണമായൊരു കാര്യം. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതും ചിന്തിച്ചിട്ടില്ലാത്തതും സംഭവിച്ചിട്ടില്ലാത്തതുമായ ഒരു അസാധാരണ സംഭവത്തെയോ കാഴ്ചയെയോ കുറിച്ചുള്ള മനുഷ്യൻ്റെ വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ അത്ഭുതം എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ നാം മനസ്സിലാക്കണം. അതിൽ തന്നെ പ്രായത്തിൻ്റെ വ്യത്യാസവും അറിവിൻ്റെ വ്യത്യാസവുമുണ്ട്. ഒരു 5 വയസ്സുള്ള കുഞ്ഞ് ചിത്രശലഭത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിത്രശലഭത്തേക്കാൾ വലിയൊരു പക്ഷി അതിനടുത്തിരിക്കുന്ന കണ്ടാൽ കുട്ടിക്കത് അത്ഭുതമാണ്. അപ്പോൾ ഒരു മണ്ണിര അതുവഴി നടന്നു പോയാൽ, ഇഴഞ്ഞു പോയാൽ അത് വേറൊരു അത്ഭുതം. അപ്പോൾ ഒരു പൂമ്പാറ്റയ്ക്ക് പകരം ഒരു കരിവണ്ട് അതുവഴി വന്നാൽ അത് മറ്റൊരത്ഭുതം. അപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് ഒരു ചിത്രശലഭത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പക്ഷിയെ കണ്ടാൽ അത്ഭുതം, ഒരു കരിവണ്ടിനെ കണ്ടാൽ അത്ഭുതം, ഒരു പാമ്പിനെ കണ്ടാൽ പറയുകയും വേണ്ട. എന്നാൽ 15 വയസ്സുള്ള കുട്ടിക്ക് അത് അത്ഭുതമല്ല. 15 വയസ്സുള്ള കുട്ടിക്ക് അത്ഭുതമാകണമെങ്കിൽ 16 വീലുള്ള ഒരു കാർ അതുവഴി വന്നാൽ അവൻ അത്ഭുതമാണെന്ന് പറയും. എന്നാൽ 40 വയസ്സുള്ള വ്യക്തിക്ക് 16 വീലുള്ള കാറും അത്ഭുതമായിരിക്കില്ല. അപ്പോൾ അറിവിൻ്റെ മണ്ഡലം വലുതാകുമ്പോൾ അവൻ അത്ഭുതങ്ങൾ അന്ന് ധരിച്ച പലതും അത്ഭുതമല്ലെന്ന് വരും. ഇങ്ങനെ വരുമ്പോൾ വിഷയത്തിൽ നിങ്ങൾക്കൊരു വെളിച്ചം കിട്ടും. സർവശക്തനായ സർവ്വവ്യാപിയായ ദൈവത്തിന് ഒന്നും അത്ഭുതമല്ല. പാവപ്പെട്ട മനുഷ്യന് വെള്ളം വീഞ്ഞാക്കിയത് അത്ഭുതമാണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ ഞാൻ പറയാം. എന്താണ് വെള്ളം വീഞ്ഞാക്കുക എന്ന് പറഞ്ഞാൽ? വെള്ളം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ വീഞ്ഞ് എന്താണെന്ന് അറിയാൻ. വെള്ളമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയല്ലേ. അതെങ്ങനെ സൃഷ്ടിച്ചു എന്ന് വിവരിക്കാൻ എനിക്ക് കഴിയില്ല, നിങ്ങൾക്കും കഴിയില്ല. വേദപുസ്തകം അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഞാനങ്ങ് വിശ്വസിക്കുന്നു. ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോഴാണ് സമുദ്രം ഉണ്ടായതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ബൈബിൾ അങ്ങനെ പറയുന്നു. ഇതിന് മുകളിലും വെള്ള സംഭരണി ഉണ്ടെന്ന് ബൈബിൾ പറയുന്നു. ഇതിനു മുമ്പ് ഈ ഭൂമിയിൽ ഒരു ജലപ്രളയമുണ്ടായപ്പോൾ വെള്ളം എവിടെ നിന്നൊക്കെ വന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പങ്കിട്ടിട്ടുള്ളതാണ് നിങ്ങളോട് ആ വിഷയം.
അപ്പോൾ വെള്ളം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്നാണ്. അതിനേക്കാൾ വലിയ അത്ഭുതമല്ല വെള്ളം വീഞ്ഞാകുക എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തെ സമുദ്രം എന്ന വലിയ ചെമ്പിനകത്ത്, സമുദ്രം എന്ന വലിയ വാർപ്പിനകത്ത് ദൈവം കുറച്ചു കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കുന്നു. എന്നിട്ടത് കരകവിഞ്ഞ് വരാതിരിപ്പാൻ അതിനൊരു അതിരിട്ടിരിക്കുന്നു. ഇതൊക്കെ ബൈബിളിലുണ്ട്. കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം മണലുകൊണ്ട് അതിരിട്ടവൻ ആര് എന്നൊരു ചോദ്യം ബൈബിളിലുണ്ട്. അവൻ്റെ പേരാണ് ദൈവം. അപ്പോൾ ആ വെള്ളത്തിലെ അത്ഭുതം എന്താണെന്നറിയാത്ത നമുക്ക് വെള്ളം വീഞ്ഞാക്കുന്നത് അത്ഭുതമായിട്ട് തോന്നും. അപ്പോൾ വെള്ളം ദൈവത്തിൻ്റെ വാക്കിനാൽ ഉളവായപ്പോൾ ആ വെള്ളത്തിന് ഷേപ്പ് മാറ്റി വീഞ്ഞാക്കി നിനക്ക് തന്നത് ദൈവത്തിന് അത്ഭുതമല്ല. ദൈവത്തിനത് അത്ഭുതമല്ല. അപ്പോൾ സർവശക്തിയുള്ള ദൈവത്തിന് ഇത് അത്ഭുതമല്ല. പിന്നെ എന്താണ്? അടയാളമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ, ബലഹീന മനുഷ്യൻ, ഭയപ്പെടുന്ന മനുഷ്യൻ, ആവശ്യങ്ങളുടെ മുമ്പിൽ പതറുന്ന മനുഷ്യൻ, കരയുന്ന മനുഷ്യൻ, അവന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ തിരിച്ചറിയുവാനുള്ള ഒരു ചൂണ്ടുപലക, ഒരു അടയാളമാണ് ഈ അത്ഭുതങ്ങൾ. ഓക്കെ, അപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ യേശു ആര് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു അടയാളമായിരുന്നു വെള്ളം വീഞ്ഞാക്കിയത്. ഇവിടെയും അഞ്ചപ്പത്തിലെ അത്ഭുതം ഒരു അടയാളമാണ്, അത്ഭുതമല്ല. ഇത് പറയുമ്പോൾ കാര്യങ്ങൾ ഉള്ളതുപോലെ ഗ്രഹിപ്പാൻ നമ്മുടെ കണ്ണുകളെ തുറക്കണം. ദൈവത്തിനൊന്നും അത്ഭുതമല്ല, പക്ഷെ നമുക്കെല്ലാം അത്ഭുതമാണ്. നമ്മുടെ പ്രായം കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും അറിവ് കൊണ്ടും നമ്മുടെ അത്ഭുതത്തെക്കുറിച്ചുള്ള ചിന്താഗതിക്ക് മാറ്റം വരുമെന്ന് മാത്രം. എങ്കിലും ദൈവം ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്താണ് വാസ്തവത്തിൽ ബൈബിളിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ? ഒന്ന്, വസ്തുക്കളുടെ മേലുള്ള യേശുവിൻ്റെ അധികാരം വെളിപ്പെടുത്തുകയായിരുന്നു. വസ്തുക്കളുടെ മേൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മേൽ, ഭക്ഷണ സാധനത്തിൻ്റെ മേൽ, ഇങ്ങനെ വസ്തുക്കളുടെ മേൽ. കല്ല്, ആ കല്ലിനെ മറ്റൊന്നാക്കി മാറ്റുക. പച്ചവെള്ളം, അതിനെ മറ്റൊന്നാക്കി മാറ്റുക. വസ്തുവിൻ്റെ മേലുള്ള യേശു കർത്താവിൻ്റെ പരമാധികാരമാണ് ഈ അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എൻ്റെ സന്ദേശം കേൾക്കുന്നവരോട് ഞാൻ പറയാം, വസ്തുക്കളുടെ മേൽ യേശുവിന് അധികാരമുണ്ടെന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിക്കണം? നിങ്ങളുടെ ഭൂമി, നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണം, നിങ്ങളുടെ വാഹനം, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ കഴിക്കുന്ന മരുന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സാധനവും വെച്ചുകൊണ്ട് ഇന്നിങ്ങനെ വിശ്വസിക്കുക, വസ്തുക്കളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബിസിനസ്സിന്മേൽ കർത്താവിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ, പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി മാറ്റിയത് എങ്ങനെയാണ്, എപ്പോഴാണ്, എത്ര സമയമെടുത്തു, എന്ത് ചെയ്തു? നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 10 വരെ വായിക്കുക. യേശു ആ വെള്ളത്തെ തൊട്ടിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോൾ, അവൻ്റെ വാക്ക് അവരനുസരിച്ചപ്പോൾ ആ വെള്ളം ചേഞ്ചായി. ഇതുപോലെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബിസിനസ് ഉണ്ടല്ലോ, സങ്കല്പിക്കുക, പൈനാപ്പിളിൻ്റെ ബിസിനസ്, റബ്ബറിൻ്റെ ബിസിനസ്, എന്തോ ആവട്ടെ, ബിസ്ക്കറ്റിൻ്റെ ബിസിനസ്. ആ ബിസിനസ് ഇന്ന് പരാജയത്തിലാണെങ്കിൽ, ആ ബിസിനസ് ഇന്ന് നഷ്ടത്തിലാണെങ്കിൽ, ആ ബിസിനസ് ഇന്നൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിൽ ആശ്രയിക്കുകയാണോ? ഒരു ജാടയല്ല, ഒരു അഭിനയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അലസനാകാനുള്ള മാർഗവുമല്ല ഇത്. ജോലി ചെയ്യാതെ ഉഴപ്പിയിട്ട് ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്വന്തം പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക, വസ്തുക്കളുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. നിങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വസ്തുവിനെ ഷേപ്പ് മാറ്റാൻ, അതിനെ ബ്ലെസ്സിങ് ആക്കാൻ, അതിനെ ശാപം മാറ്റുവാൻ, അതിനകത്തൊരു അനുഗ്രഹം തരുവാൻ, അതൊരു വിജയമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും. അവന് വസ്തുക്കളുടെ മേൽ അധികാരമുണ്ട്. നിങ്ങളുടെ കൃഷിയാകട്ടെ, നിങ്ങളുടെ മൃഗസമ്പത്താകട്ടെ, നിങ്ങളുടെ ഉദ്യോഗമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യ പ്രശ്നമാകട്ടെ, ഇതിലൊക്കെ അവന് അധികാരമുണ്ട്. യേശുവിൻ്റെ അത്ഭുതത്തിൻ്റെ 2-ാമത്തെ മേഖല,
അവന് പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. എന്തൊക്കെയാണ്? ഒരിക്കൽ യേശു ശിഷ്യന്മാരും കൂടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാറ്റടിച്ചു. സ്വാഭാവികമാണ്, കാറ്റടിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാറ്റടിച്ചു, തിരമാല വന്നു, ബോട്ടിലേക്ക് കയറാൻ തുടങ്ങി. കർത്താവായ യേശു അവിടെ വെള്ളം വീഞ്ഞാക്കുന്ന പ്രക്രിയ അല്ല ചെയ്തത്. അവിടെ കാറ്റിനോട് നിൽക്കാൻ പറഞ്ഞു. വെള്ളത്തെ മാറ്റുകയല്ല ചെയ്തത്, കാറ്റിനെ നിർത്തി. അപ്പോൾ അവന് വസ്തുക്കളുടെ മേൽ മാത്രമല്ല അധികാരം, പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. കാറ്റേ അടങ്ങുക. ഒരു മെയിൻ ഹൈവേയിൽ തിരുവനന്തപുരത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്ത് നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം വരുന്ന വാഹനങ്ങൾ ഒരു മെയിൻ ജംഗ്ഷനിൽ വന്ന് മുട്ടുന്നു. ഈ വണ്ടികളെല്ലാം വളരെ സ്പീഡിലാണ് വരുന്നത്. പക്ഷേ ഇവർ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്റ്റോപ്പ് എന്നെഴുതിയ ഒരു ചുമന്ന ബോർഡുണ്ട്. 95 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ആ ലോറി, ആ ബസ്, ഈ മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോപ്പ് എന്ന ബോർഡ് കാണുമ്പോൾ അവിടെ നിൽക്കും, നിന്നിരിക്കും, വ്യത്യാസമില്ലതിന്. അപ്പോൾ വണ്ടിയുടെ സ്പീഡും വണ്ടിയുടെ ശക്തിയും വെച്ച് നോക്കിയാൽ പോലീസുകാരൻ ചതഞ്ഞരഞ്ഞു പോകും. പക്ഷെ പോലീസിന് അധികാരമുണ്ട്, വണ്ടിക്ക് ശക്തിയുണ്ട്. വണ്ടിക്ക് ശക്തിയേ ഉള്ളൂ, അധികാരമില്ല. പോലീസിന് അധികാരമുണ്ട്, ആരോഗ്യക്കുറവാണ്. ശക്തിയുടെ മുമ്പിൽ അല്ല, അധികാരത്തിന് മുമ്പിൽ ശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാലും കടലിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിന് ശക്തിയുണ്ട്, പക്ഷെ യേശുവിന് അധികാരമുണ്ട്. അധികാരം ഉപയോഗിച്ചപ്പോൾ ശക്തി കീഴടങ്ങി. കാറ്റേ അടങ്ങുക. തിരുവനന്തപുരത്തു നിന്നും ഡൽഹിക്ക് പോകുന്ന കേരള എക്സ്പ്രസ് എന്ന ട്രെയിൻ സാമാന്യ സ്പീഡിൽ പോകുന്ന വണ്ടിയാണ്. പക്ഷേ ആ റൂട്ടിലുള്ള ലൈറ്റ് പച്ച നിറത്തിലുള്ളത് ചുമന്ന നിറമായാൽ വണ്ടി നിന്നിരിക്കും. ഇത് ശക്തിയല്ല, അധികാരമാണ്. അതെ, അവന് പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. അവൻ കാറ്റിനെ നിർത്തിയപ്പോൾ കാറ്റും നിന്നു, തിരമാല നിന്നു. അവിടെ നിന്ന് ആളുകൾ അത്ഭുതപ്പെട്ടു. കാറ്റും കടലും ഇവൻ്റെ വാക്കിനെ അനുസരിക്കുന്നു എന്ന് ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, എന്തിനാണ് നമ്മളിത് പഠിക്കുന്നതെന്ന് അറിയാമോ? അവന് പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. ജീവിതത്തിന് നേരെ വരുന്ന ഏത് കാറ്റുകളെയും ഏത് പ്രതിസന്ധികളെയും ഒറ്റ വാക്കുകൊണ്ട് നിർത്തുവാൻ കഴിവുള്ള ഒരുവനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് എന്ന്, ഇന്ന്, എവിടെ, ഇവിടെ, എപ്പോൾ, ഇപ്പോൾ. ഇന്നത്തെ സന്ദേശത്തിൻ്റെ സമയം തീരുകയാണ്. യേശു അന്നത് ചെയ്തു എന്ന് പറയാനല്ല ഇന്നിത് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ കാറ്റിനെ അവന് നിയന്ത്രിക്കാൻ കഴിയും. രോഗം ഒരു കാറ്റാണ്, പ്രശ്നങ്ങളൊരു കാറ്റാണ്. അല്ല, അതിനകത്തേക്ക് പിന്നെയും നമ്മൾ വരും. അവന് പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുണ്ട്. അവന് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട്. മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട്. അവന് എല്ലാറ്റിൻ്റെ മേലും അധികാരമുണ്ട്. യേശുവിൻ്റെ അധികാരം ആധികാരികമായി തെളിയിക്കുന്ന സന്ദർഭങ്ങളാണ് ഈ അത്ഭുതങ്ങൾ. ഇന്ന് നാം വായിച്ച വചനത്തിനകത്തേക്ക് കയറിയിട്ടില്ല. വരും ദിവസങ്ങളിൽ നാം അതിലൂടെ പോകാൻ പോവുകയാണ്. അതെ, ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. നിങ്ങളോ? പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ ദിനവും കണ്ടുകൊണ്ടിരിക്കുന്ന, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിന്മേലും കർത്താവിന് അധികാരമുള്ളതിനായിട്ട് സ്തോത്രം. അവിടുത്തെ അധികാരം, അവിടുത്തെ ശക്തി ഇന്ന് നിൻ്റെ ജനത്തിനെ വെളിപ്പെടുത്തി കൊടുക്കണമേ. ഇപ്പോൾ അവരെ അലട്ടുന്ന ആ പ്രശ്നത്തിന്മേൽ കർത്താവിൻ്റെ അധികാരം വെളിപ്പെടുത്തണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.